الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെട്ട ദാസന്മാരിൽ മരണം വരേക്കും ഉൾപ്പെടുത്തുകയും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട് അവൻ അനുഗ്രഹിക്കുന്നവരിൽ നമ്മെ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നിരവധി നീറുന്ന ചിത്രങ്ങളും കാഴ്ചകളും നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഒരുപാട് ആശങ്കകളും ഒരുപാട് ചിന്തകളുമൊക്കെ നമ്മുടെ മനസ്സവിടെ ഇട്ടു നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ശിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട ഒരു യുവാവ് അല്ലെങ്കിൽ ഒന്നിലധികം യുവാക്കൾ പാതാറിലും കവളപ്പാറയിലും പുത്തുമലയിലും അവസാനം വയനാടിന്റെ വിവിധങ്ങളായ ഭാഗത്ത് ഈ കൊല്ലത്തിലുമുണ്ടായിട്ടുള്ള ഈയൊരു ദുരന്തത്തിൽ മണ്ണിനടിയിൽ പെട്ടുപോയവരുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഒരിക്കലും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇത്തരം പരീക്ഷണഘട്ടങ്ങൾ, ഇതിന്റെ വാർത്തകൾ സഹിക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ ഇത് നേരിട്ട് അനുഭവിച്ച് ആ മണ്ണിനടിയിൽ പെട്ടുപോയവരുടെ അവസ്ഥ എന്തായിരിക്കും? ജീവിതത്തിൽ ഒരു പ്രളയം മാത്രമല്ല, വിവിധങ്ങളായ പ്രളയങ്ങൾ മാനസികമായും ശാരീരികമായും നമ്മെ ബാധിക്കുന്നുണ്ട്. സാമ്പത്തികമായ കുടുക്കുകൾ, കുടുംബപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, മാനസികമായ ശാരീരികമായ വിട്ടുമാറാത്ത അസുഖങ്ങൾ, ഇതെല്ലാം ഒരു വേള നമ്മെ തളർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാം സംഭവിച്ചാലും ശരി, ഒരു മല തന്നെ നമ്മുടെ ദേഹത്ത് വന്ന് പതിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിപ്പെട്ട ഒരു ദാസനാണ് നാമെങ്കിൽ നമുക്കൊന്നും ഭയക്കാനില്ലെന്ന സത്യം സുഹൃത്തുക്കളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് ഇരുട്ടിലൊറ്റപ്പെട്ടു പോയാലും, ഏത് വിജനതയിൽ ഏകാന്തവാസം നയിക്കേണ്ടി വന്നാലും, എത്ര വലിയ ഭീകരമായ അന്തരീക്ഷങ്ങൾക്ക് മുന്നിൽ നമ്മൾ പെട്ടുപോയാലും അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു ദാസനാണോ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കൈയൊഴിയുകയില്ല എന്ന കാര്യം സുഹൃത്തുക്കളെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ജീവിതം കൊണ്ട് നേടാനുള്ളതിൽ ഏറ്റവും വലുതെന്താണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അല്ലാഹുവിന്റെ തൃപ്തിയാണ്.
വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അത് മഹത്തരമായ വിജയം തന്നെയാകുന്നു എന്നാണ്. ഏറ്റവും വലുത് സമ്പത്തല്ല, ആരോഗ്യമല്ല, സംവിധാനങ്ങളല്ല, വിദ്യാഭ്യാസ യോഗ്യതകളല്ല, മറ്റുള്ളവർ ജനങ്ങൾ നമുക്ക് നൽകുന്ന അംഗീകാരമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടലാണ് ഏറ്റവും വലിയ തൃപ്തി എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തെക്കാളും വലുതാണ് അല്ലാഹുവിന്റെ തൃപ്തി. സ്വർഗ്ഗത്തിൽ അല്ലാഹു വരും, എന്നിട്ട് പറയും, അല്ലാഹു സ്വർഗ്ഗക്കാരോട് ചോദിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരെ. സ്വർഗ്ഗക്കാർ മറുപടി കൊടുക്കും, ലബ്ബൈക റബ്ബനാ വസഅദൈക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, ഹൽ റദീത്തും, നിങ്ങൾ സംതൃപ്തരാണോ? സ്വർഗ്ഗക്കാർ തിരിച്ചു ചോദിക്കും, വമാ ലനാ ലാ നർളാ, പടച്ചോനെ ഞങ്ങൾ എങ്ങനെയാണ് തൃപ്തിപ്പെടാതിരിക്കുക? വഖദ അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ മറ്റാർക്കും കൊടുക്കാത്ത വലിയ അനുഗ്രഹം ഈ സ്വർഗം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. നിരവധി ആളുകൾ നരകത്തിൽ വെന്തെരിയുമ്പോൾ ഈ പരലോകത്ത് വിജയത്തിന്റെ അടയാളമായ സ്വർഗം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ എന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന ഉതീകും അഫ്ളല മിൻ ദാലിക്, ഈ സ്വർഗ്ഗത്തെക്കാളും മഹത്തരമേറിയ ഒന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. സ്വർഗ്ഗക്കാർ അത്ഭുതത്തോടെ ചോദിക്കും, യാ റബ്ബ് വഅയ്യി ശൈഇൻ അഫ്ളലു മിൻ ദാലിക്, ഈ സ്വർഗീയ സുഖത്തെക്കാളും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായ മറ്റെന്താണ് പടച്ചോനെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? ഉഹില്ല അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും അബദാ, നിങ്ങളോട് ഇനി ഒരിക്കലും ഞാൻ കോപിക്കുകയില്ല, നിങ്ങളുടെ മേലിതാ എന്റെ തൃപ്തി പരിപൂർണമായിട്ടും തൃപ്തിയുണ്ടായിരിക്കും. ഒരു തരത്തിലുമുള്ള വിഷമവും ഒരു തരത്തിലുള്ള വെറുപ്പും നിങ്ങളോട് ഇനി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. സ്വർഗീയ സുഖത്തെക്കാളും വലിയ അഫ്ളലായ കാര്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് സഹോദരന്മാരെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരും മുൻഗാമികളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ധൃതിപ്പെട്ട് അതിനുവേണ്ടി പണിപ്പെട്ട് ഓടിയത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, താങ്കളുടെ സമുദായത്തെ പിന്നിലേക്ക് ബാക്കി വെച്ച് താങ്കൾ വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന മറുപടി, വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ, അല്ലാഹുവേ നിന്റെ തൃപ്തി നേടാൻ വേണ്ടിയിട്ട് ഞാനിതാ ധൃതിപ്പെട്ട് നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുകയാണ് പടച്ചോനെ എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാൻ റെഡിയാണ്, കാരണം വിളിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കാൻ ധൃതിപ്പെട്ടു പോകുന്ന ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമെന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുലൈമാൻ നബിയുടെ പ്രാർത്ഥന, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, അള്ളാഹുവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ എണ്ണമറ്റ നിഅമത്തിന് ശുക്ർ കാണിക്കാനുള്ള ഉദവി എനിക്ക് നീ നൽകണേ പടച്ചോനെ. നീ നൽകിയ നിഅമത്തിന് ശുക്ർ കാണിക്കാനുള്ള ഉദവി നീ എനിക്ക് നൽകണമേ. വഅൻ നഅമല സാലിഹൻ തർദാ, നിനക്ക് തൃപ്തിപ്പെട്ടതായിട്ടുള്ള സുഹൃതങ്ങൾ പ്രവർത്തിക്കാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീക്ക് നൽകണേ. വഅദ്ഖിൽനി ബിറഹ്മതിക മിൻ ഇബാദിക സ്സാലിഹീൻ, നിന്റെ ഏറ്റവും നല്ല സാലിഹീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നിന്റെ കാരുണ്യത്താൽ എന്നെയും നീ ചേർക്കണമേ എന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അവിടെ അദ്ദേഹം ചോദിച്ചത് വഅൻ നഅമല സാലിഹൻ തർദാ, നിന്റെ തൃപ്തി നേടിയെടുക്കാൻ പറ്റിയ സുഹൃതങ്ങൾ പ്രവർത്തിക്കാനുള്ള ഉദവി പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനിക്കുന്ന ആൺമക്കളെല്ലാം മരണപ്പെട്ടുപോയി. ഇബ്രാഹിം മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണുകൾ നിറയുന്നത് കണ്ട് സഹാബത്ത് നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ കരയുകയാണ്? കരയരുതെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്താണ് താങ്കൾ കരയുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, തദ്മഉൽ ഐൻ വയഹ്സനുൽ ഖൽബ്, കണ്ണുകൾ നിറഞ്ഞൊഴുകും, ഹൃദയം ദുഃഖാദ്രമാകും. വലാ നഖൂൽ ഇല്ലാ മാ യർദാ റബ്ബുനാ, നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും ദുഃഖം അധികരിച്ചു എന്നതുകൊണ്ട്, മനസ്സ് വേദനിക്കുന്നു എന്നതുകൊണ്ട്, കണ്ണുകൾ നിറയുന്നു എന്നതുകൊണ്ട് അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു വാക്കും ഈ നാവിൽ നിന്ന് പുറത്തു വരികയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വാലിഹീങ്ങളുടെ മുന്നിലെ അജണ്ടയായിരുന്നു, അമ്പിയാക്കളുടെ മുന്നിലെ അജണ്ടയായിരുന്നു അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളത്. ആ തൃപ്തി നേടിയെടുത്താൽ സുഹൃത്തുക്കളെ, അത് കിട്ടിയവനും കിട്ടാത്തവനും ഒരുപോലെയല്ല. ഖുർആൻ പറയാണ്, ലാ യസ്തവി അഫമനിത്തബഅ റിദ്വാനല്ലാഹ് കമൻ ബാഅ ബിസഖ്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കോപം നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നവരും അത് വിലക്ക് വാങ്ങുന്നവരും, അള്ളാഹുവിന്റെ കോപം വിലക്ക് വാങ്ങുന്നവരും അള്ളാഹുവിന്റെ തൃപ്തി അത് നേടിയെടുത്തവനും തുല്യമാണോ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും തുല്യമല്ല. ഈ ഭൗതിക ലോകത്തും നാളെ ബർസഖിലും അതിനപ്പുറത്ത് പരലോകത്തും
അള്ളാഹുവിന്റെ തൃപ്തി നേടിയവർക്ക് ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന കാര്യം സുഹൃത്തുക്കളെ നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നതാണ് ഈ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് മാറേണ്ടത്. അതോടൊപ്പം അത് നേടാനുള്ള വഴികൾ നമ്മൾ തേടുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താണ് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് പഠനത്തിന് നമ്മൾ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ്. അതാണ് നമ്മൾ ഉറക്കമൊഴിക്കാൻ സഹായിക്കുന്നത്, ബൃഹത്തായ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പ്രചോദിപ്പിക്കുന്നത്, വീട് മാറി ഹോസ്റ്റലിൽ താമസിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ അക്കാഡമിക്കലി നമുക്കുള്ള ചില ലക്ഷ്യങ്ങൾ കാരണത്താലാണ്. നമ്മുടെ കുടുംബം നമുക്കൊരു അജണ്ടയാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത്. നമുക്ക് വേണം എന്ന് വിചാരിക്കുമ്പോഴാണ് ആ സംഗതി നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കാൻ അതിനൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ഖുർആൻ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അവർ അള്ളാഹുക്ക് തൃപ്തിയില്ലാത്ത ചില വാക്കുകൾ കളവ് കൊണ്ട് അവർ സത്യം ചെയ്തു പറയും. എന്നാൽ വല്ലാഹു റസൂലുഹു അഹഖു അൻ യർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഏറ്റവും വലിയ അജണ്ട അള്ളാന്റെ റസൂലിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അജണ്ടയും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നതായിരിക്കണം. ആ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള വഴികൾ നമ്മൾ തേടുകയും വേണം. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നിഷ്കളങ്കമായ പ്രവർത്തനമാണ്. നമുക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ആത്മാർത്ഥമായിരിക്കണം. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു കാര്യവും പ്രവർത്തിക്കുന്നത്. ഇഖ്ലാസ്. ഖുർആൻ പറവമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദാ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിലാണ് ഈ ഭാഗങ്ങൾ ഇറങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിനോട് വന്ന് പറയുന്നുണ്ട്, അല്ലയോ അബൂബക്കർ, ഈ പാവങ്ങളായ ബിലാലിനെ പോലെ, യാസിറിനെ പോലെ, അമ്മാറിനെ പോലെ ഒന്നിനും കഴിയാത്ത നിരാലംബരായ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി നിന്റെ ദീനാറുകളും ദിർഹമുകളും നീ പാഴാക്കുന്നതിന് പകരം ഇത് ആ ഖുറൈശി നേതാക്കന്മാർക്ക് കൊണ്ടുപോയി കൊടുത്താൽ അവർ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ പാവങ്ങളെ മോചിപ്പിക്കുന്നതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട് എന്നാണ്. ആ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ പ്രീതിയാണ്. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയെ അവരെ തൃപ്തിപ്പെടുമെന്നാണ് പറയുന്നത്. ആരെ? അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരെ. അതുകൊണ്ട് അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാകണം നാം ചെയ്യുന്ന സകല കാര്യങ്ങളും. മറ്റേതെങ്കിലും ഒരു ലക്ഷ്യം ദീനിന്റെ വഴിയിൽ നമുക്കുണ്ടായിക്കൂടാ. ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ആയുസ്, അവരെ അള്ളാഹു എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും? അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി വേണം. അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. നിഷ്കളങ്കമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ഈ ആദർശത്തെ നമ്മൾ പുൽകുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറദൂ അൻ ദാലികൽ ഫൗസുൽ അദീം. അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ്? യൗമ യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ് പരലോകം. സത്യസന്ധമായിരിക്കണം നമ്മുടെ വിശ്വാസം. കളവാകരുത്, സംശയമുണ്ടാകരുത്, ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകരുത്. സത്യസന്ധമായി ആത്മാർത്ഥമായി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിഷ്കളങ്കവും നിഷ്കപടവുമായ കള്ളമില്ലാത്ത തെളിഞ്ഞ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിന്റെ ഒരു ഫലമാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തി. ആ പടച്ച റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് സ്വർഗം ലഭ്യമാകുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം സത്യസന്ധമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. കളങ്കമില്ലാത്ത, ഇരട്ടത്താപ്പില്ലാത്ത ജീവിതം, നിഷ്കളങ്കമായ നിഷ്കപടമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം തന്റെ ശരീരം കൊണ്ടും തന്റെ നാവുകൊണ്ടും തന്റെ ഹൃദയം കൊണ്ടും അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കുക. വഇൻ തശ്കുറൂ യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിക്കാൻ തയ്യാറാണോ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് സുമറിന്റെ 7-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അള്ളാഹു എനിക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. നാവുകൊണ്ട് പറയണം അത്തഹദ്ദുസു ബിനിഅമത്തില്ലാ. നമ്മുടെ ശരീരാവയവങ്ങൾ അള്ളാന്റെ തൃപ്തി നേടുന്ന കർമ്മങ്ങൾക്ക് വേണ്ടി അള്ളാഹു നൽകിയ നിഅമത്തിനെ, സമ്പത്തിനെ, സമയത്തെ, ആരോഗ്യത്തെ, ഇൽമിനെ, കഴിവിനെ, എല്ലാറ്റിനെയും അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതാണല്ലോ ശുക്ർ.
ആ ശുക്ർ നമ്മൾ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ തൃപ്തിപ്പെടും. നോക്കൂ, ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ലയർദ അനിൽ അബ്ദി അയ്യകുൽ അക്ല ഫയഹ്മദഹു അലൈഹാ. എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരടിമ കഴിക്കാൻ, ആ സമയത്ത് അവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവൻ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ, അപ്പോൾ അവൻ അൽഹംദുലില്ലാ എന്ന് പറയാൻ. ഇന്നല്ലാഹ ലയർദ, അള്ളാഹു അവനെ തൃപ്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ, ഒരു ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധ്യമാകുന്നെങ്കിൽ അത് ശുക്രിന്റെ അടയാളമാണ്. അങ്ങനെ ശുക്ർ കാണിക്കുന്നവരെ അള്ളാഹു തൃപ്തിപ്പെടും. അഞ്ചാമത്തെ കാര്യം റുകൂഉം സുജൂദുമാണ്, നമസ്കാരമാണ്, വുദൂ ആണ്. അത് നമുക്ക് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും വിജയവും ആദരവും അംഗീകാരവും എല്ലാം നേടിത്തരുന്ന വിഷയമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫത്ഹിന്റെ 29-ാമത്തെ ആയത്തിൽ സഹാബത്തിനെ കുറിച്ച് പറയാ, മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക്, വിശ്വാസികളോട് വല്ലാത്തൊരു അനുകമ്പയാണ്. സ്വാഭാവികമാണ്, ഒരേ ആദർശം സ്വീകരിക്കുന്ന, തൗഹീദ് അംഗീകരിക്കുന്ന ആളുകളും ബഹുദൈവാരാധനയുടെ വക്താക്കളും തമ്മിൽ മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായാലും ആദർശപരമായിട്ടുള്ള വിയോജിപ്പ് അവരുടെ മനസ്സകങ്ങൾക്കിടയിൽ ഒരു വിയോജിപ്പുണ്ടാക്കും. അവിടെ വിശ്വാസികൾ തമ്മിൽ അവർ വല്ലാത്ത യോജിപ്പിലാണ്. എന്നാൽ സത്യനിഷേധികളുടെ നിഷേധാത്മ പ്രവണതയെയും ആ വിശ്വാസത്തോടും അവർക്ക് അടങ്ങാത്ത വൈര്യമാണ്. തറാഹും, അവരെ നിനക്ക് കാണാം, റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി റുക്ഊഉം സുജൂദും നിർവഹിക്കുന്നവരാണ് ആ ആളുകൾ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ സാധിക്കുമെന്ന് ഖുർആൻ പറയാൻ. അപ്പോൾ സുന്നത്തായ ഫർദായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ ബോധിപ്പിക്കുന്നത്. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ദിക്റാണ്. അള്ളാഹിന്റെ തൃപ്തി നേടാൻ പറ്റിയ ഏറ്റവും അഫ്ളലായ കർമ്മമാണ് ദിക്ർ എന്ന് പറയുന്നത്. ആ ദിക്റിലൂടെ പടച്ചറബിന്റെ തൃപ്തി മാനസികമായും ശാരീരികമായും നമുക്ക് നേടാൻ സാധിക്കും. ഹൃദയം അങ്ങേറ്റത്തെ സൗഭാഗ്യത്തിലായിരിക്കും ദിക്റെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു. റസൂലുള്ളാഹിയോട് അള്ളാഹു പറഞ്ഞത് എന്താ? ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നത് പറയട്ടെ, താങ്കൾ ക്ഷമിക്കൂ. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹ, രാവ് പകല്, സൂര്യ ഉദിക്കും മുമ്പും സൂര്യ അസ്തമിക്കും മുമ്പും താങ്കൾ ദിക്ർ ചൊല്ലിക്കോളൂ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ, രാത്രിയിലും പകലിലുമായി കൊണ്ട് താങ്കൾ അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുക. ലഅല്ലക തർദാ, താങ്കളെ അല്ലാഹു തൃപ്തിപ്പെടും, താങ്കളെ അല്ലാഹു തൃപ്തിപ്പെടും. ആളുകൾ പരിഹസിച്ചാലും കൂക്ക് വിളിച്ചാലും മർദ്ദിച്ചാലും ആക്രമിച്ചാലും താങ്കൾ പ്രയാസപ്പെടണ്ട, ക്ഷമിച്ചോ. എന്നിട്ട് താങ്കൾ തസ്ബീഹും തഹ്ലീലും തഹ്മീദും നടത്തിക്കോ. രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറു സബാഹ് വൽ മസാ ഉരുവിട്ടുകൊണ്ടിരുന്നോ, അള്ളാഹു താങ്കൾ തൃപ്തിപ്പെടും. അപ്പോൾ ദിക്റാണ് സുഹൃത്തുക്കളെ റബ്ബിന്റെ തൃപ്തി നേടാനുള്ള ആറാമത്തെ കാര്യം. ഇതിനൊക്കെ സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്കും ചിട്ടയോടുകൂടെ നിർവഹിക്കാൻ സാധിക്കും. ഏഴാമത്തെ കാര്യം വൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല വാക്ക്. അത് അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തി നേടാൻ പറ്റിയ കാര്യമാണ്. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹാ ബാലൻ യർഫഉ അല്ലാഹു ബിഹാ ദറജാത്ത്. അല്ലാഹുക്ക് തൃപ്തിപ്പെട്ട നല്ല വർത്തമാനങ്ങൾ പറയാ. സുഹൃത്തുക്കളെ, നാവും നമ്മുടെ കയ്യും നമുക്ക് അടക്കി വെക്കാൻ സാധിക്കണം. അപ്പോഴേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും മറ്റുള്ളവർ സൈഫാണെങ്കിൽ നീയാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നല്ല വാക്കുകൾ പറയാന്നുള്ളത്, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട വാക്കുകൾ പറയുക, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക, റബ്ബിന് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയുക, അത് തൃപ്തി നേടാനുള്ള വഴിയാണ്. എട്ടാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കളാണ്. റബ്ബി ഫീ റിദൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. വെറും ചെയ്തു കൊടുക്കേണ്ട സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപെടലിലും നമ്മുടെ രൂപത്തിലും നമ്മുടെ കോലത്തിലും നമ്മുടെ എല്ലാ കാര്യത്തിലും കൈകാര്യ കർത്തൃത്വങ്ങളിലും അവർക്ക് കൊടുക്കേണ്ട ആദരവും അംഗീകാരവും സ്ഥാനവും വകവെച്ചു കൊടുത്ത് അവരെ നമ്മൾ ഭംഗിക്ക് പോറ്റി വളർത്തിക്കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മരണത്തിന് ശേഷവും അവരോട് നമുക്കുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റിയാൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും എന്നുള്ളതാണ്. ഒമ്പതാമത്തെ കാര്യം, എന്ത് പരീക്ഷണങ്ങളുണ്ടായാലും ഇന്ന അളമിൽ ജസാഇ മഅ അളമിൽ ബലാ, ഏറ്റവും ധാരാളം പ്രതിഫലം നൽകുന്നത് ധാരാളം പരീക്ഷണങ്ങൾ നേരിടുമ്പോഴാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും
ഒരു ജനതയെ അള്ളാഹു തൃപ്തിപ്പെട്ടാൽ അവരെ നന്നായിട്ട് പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിദാ. പരീക്ഷണങ്ങൾ വരുമ്പോ തൃപ്തിയോടെ അതിനെ സ്വീകരിച്ചാൽ അള്ളാഹു തൃപ്തിപ്പെടും. വമൻ സഖിത ഫലഹു സുഖ്ത്. ആരെങ്കിലും തൃപ്തിക്ക് വിരുദ്ധമായിട്ട് കോപം കാണിച്ചാൽ, ദേഷ്യം പിടിച്ചാൽ, അള്ളാഹനെ ശകാരിച്ചാൽ, കുറ്റം പറഞ്ഞാൽ അവൻക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കുക. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാഖു മുതഹറത്തുൻ ലിൽ ഫമി മർളാത്തുൻ ലിർറബ്. സിവാഖ്, പല്ല് തേക്കുക എന്നത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യമാണ്, വായക്ക് വൃത്തിയുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊരു ഹദീസിൽ ശഹ്വത്തിനെ നിയന്ത്രിക്കുന്ന ആളുകളെക്കുറിച്ചും പറയുന്നത് നമുക്ക് ഹദീസുകൾ വായിക്കാൻ സാധിക്കും. ശഹ്വത്തിനെ നിയന്ത്രിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നും ഒക്കെ ഹദീസുകൾ നമ്മൾ കാണുന്നു. അതുകൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അജണ്ടയായി മാറണം. അതിനുവേണ്ടി നമ്മൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ദിവസത്തിലുള്ള 24 മണിക്കൂറിനെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അല്ലാഹു പറയുന്നത് റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം എല്ലാവിധ സൗഭാഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവിടമാണ് അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുത്തവനായി മാറുക എന്നുള്ളത്. മലക്കുകൾ അല്ലാഹുവിന്റെ കുട്ടിയാണ്, മക്കളാണ് എന്ന് പറഞ്ഞ സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലൂടെ മറുപടി കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, അവർ ഇബാദും മുക്രമൂനാണ്, അള്ളാന്റെ ഏറ്റവും നല്ല ദാസന്മാരാണ്, ആദരിക്കപ്പെട്ട ദാസന്മാരാണ്. അള്ളാഹുവിന് മുൻകടന്ന് അവരൊന്നും പറയുകയില്ല, അവരൊന്നും പ്രവർത്തിക്കുകയുമില്ല. അവർ വല്ലതും പ്രവർത്തിക്കണമെങ്കിൽ അള്ളാന്റെ വാക്ക് മുൻകടക്കണം എന്നാണ് ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അള്ളാഹു അറിയും. അവരുടെ ഭാവിയും അവരുടെ ഭൂതവും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. അവർ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ പറയുകയില്ല. വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ. അവർ അള്ളാഹുവിനോടുള്ള ഭയത്താൽ നടുങ്ങുന്നവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്ത് ദലീലാണ് എന്തിന് ശഫാഅത്തുണ്ട് എന്നതിന്. ഈ ആയത്ത് തെളിവാണ് എന്തിന് മലക്കുകൾ ശഫാഅത്ത് പറയും എന്നതിന്. ഈ ആയത്ത് തെളിവാണ് എന്തിന് മലക്കുകളുടെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഇദ്ന്, അള്ളാന്റെ അനുമതി ഉണ്ടാകണം. ആ ശഫാഅത്ത് ലഭിക്കപ്പെടുന്ന വ്യക്തിക്ക്, ശുപാർശ ലഭിക്കപ്പെടുന്ന വ്യക്തിയെക്കുള്ള അള്ളാഹു തൃപ്തനായിരിക്കുകയും വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിയെടുക്കുക എന്നത് ആഖിറത്തിലുള്ള വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സൂറത്ത് ത്വാഹയിലും ഇതേ ആയത്ത് കാണാം, യൗമഇദിൻ ലാ തൻഫഉ ശഫാഅ ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗലാ. പരലോകത്ത് ശുപാർശ ഫലം ചെയ്യണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കണം. അതോടൊപ്പം അവർ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട വാക്ക്, അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തുടങ്ങുന്ന എല്ലാ നല്ല വാക്കുകളും അത് അംഗീകരിക്കുന്നവരുമായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹനീയമായ ഒരു വിഷയമാണ്. ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് എല്ലാ ഖൈറും ബറക്കത്തും വിജയവും സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്ന കാര്യമാണ് നാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഒരാളായി മാറുക എന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഈ നിൽപ്പിൽ എന്റെ കാഴ്ച, എന്റെ കേൾവി, എന്റെ പ്രവർത്തനം, എന്റെ ബന്ധങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ വേഷം, എന്റെ പെരുമാറ്റം, എന്റെ സ്വഭാവം, എന്റെ എല്ലാം വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടവനായിട്ടാണോ ഞാനുള്ളത് എന്നത് നാമാണ് പരിശോധിക്കേണ്ടത്. ഒരാളും നമ്മെ വിമർശിക്കാൻ വരില്ല. കാരണം ഒരു തവണ വിമർശിച്ചതിന്റെ പരിക്ക് അവർക്കറിയാം. അതുകൊണ്ട് നമ്മെ വിമർശിക്കാൻ നാം മാത്രമേ ഉള്ളൂ. ഒരു കണ്ണാടിയുടെ മുന്നിലിരുന്ന് നമ്മോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മോശത്തരത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ, നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ, നമ്മുടെ മോശപ്പെട്ട കൂട്ടുകെട്ടിനെക്കുറിച്ച്, അഭിലാഷങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. സ്വന്തം ഇഷ്ടത്തെക്കാളും അള്ളാന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്ക വിട്ട് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോയപ്പോ അവിടെയുള്ള ആളുകൾ അവരുടെ വീട് പകുത്തു നൽകി, അവരുടെ സമ്പത്ത് പകുത്തു നൽകി. അവർക്കാവശ്യമില്ലാഞ്ഞിട്ടല്ല, അവർക്കാവശ്യമുള്ള നേരത്താണ് അവർ പകുത്തു നൽകിയത് അവരുടെ സമ്പത്ത്. എന്തേ? അവർ അള്ളാഹ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്.
നാളുകൾ അവനവന് റീച്ച് കൂട്ടാൻ, അവനവന് വലിയ അംഗീകാരം കിട്ടാൻ, ധാരാളം ഫോളോവേഴ്സ് ഉണ്ടാകാൻ അള്ളാന്റെ ഇഷ്ടവും കോപവും ഒന്നും നോക്കാണ്ട് പലതരത്തിലുള്ള വേഷം ധരിച്ച് പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ച് അശ്ലീലവും ആഭാസവും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമൻ ഇൽതമസ റിളൻ നാസി ബിസഖ്തില്ലാഹ് സഖിതല്ലാഹു അലൈഹി വഅസ്ഖത അലൈഹിന്നാസ്. ആരെങ്കിലും ജനങ്ങളുടെ പ്രീതി നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിന് കോപമുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ അവനെ അള്ളാഹു കോപിക്കും, ജനങ്ങൾ മുഴുവൻ അവനെ കോപിക്കും എന്നാണ്. ഇതിനും വേറെ വിപരീതമായൊരു ഒരു വാക്കും കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജനങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങളായിരുന്നാൽ പോലും ചെയ്താൽ അള്ളാഹു അവന് തൃപ്തിപ്പെടും, അതിലൂടെ ജനങ്ങളും അവനെ അംഗീകരിക്കും എന്നാണ് പറയുന്നത്. 13 കൊല്ലം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് കൂക്കുപിടിച്ചവര് മക്കം ഫത്ഹിന്റെ അന്ന് വിശ്വാസം സ്വീകരിച്ച ചരിത്രം നമ്മൾ വായിച്ചു പഠിക്കുമെങ്കിൽ ലോകത്തുള്ള പണ്ഡിതന്മാരുടെ സാത്വികന്മാരായ മുൻഗാമികളുടെ ആദ്യകാലത്തെ ചരിത്രവും പിൽക്കാലത്ത് അവർക്കുണ്ടായിരുന്ന അംഗീകാരവും അവർ ഭൗതികത കൊണ്ട് നേടിയെടുത്തതല്ല, അത് ദീന് കൊണ്ട് നേടിയെടുത്തതാണ്. അതുകൊണ്ട് ദീനിലേക്ക് മടങ്ങാനും അള്ളാഹുവിന്റെ പ്രീതിയുള്ള കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആളുകളാവാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഇന്നല്ലാഹ ലാ യർദാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. അള്ളാഹു ഫാസിഖീങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹിന്റെ വെറുപ്പ് നേടിയെടുക്കുന്ന ശിർക്ക്, ബിദ്അത്തുകൾ, മറ്റു ഹറാമായ മഅസിയത്തുകൾ, അതിലൂടെ വിരാജിക്കുന്ന ആളുകളെ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുകയും അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട കാര്യങ്ങളിലേക്ക് മുഴുകുകയും ചെയ്യുക. റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക. നിന്റെ കോപം വന്ന് ഭവിക്കുന്നതിൽ നിന്ന്, നിന്റെ തൃപ്തി ഞാൻ നിന്നോട് ചോദിക്കാൻ, നിന്റെ തൃപ്തിയെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറിന് ശേഷവും നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ചോദിച്ചു വാങ്ങുവാനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കുവാനും മനുഷ്യന്മാരുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിനെ വെറുപ്പിക്കാതിരിക്കാനും അള്ള പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിച്ച് വേഷം ധരിച്ച് സംസാരങ്ങൾ നടത്തി സമ്പത്ത് സ്വരൂപിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ ആളുകൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ, ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനെ വെറുപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടിമകളെ തൃപ്തിപ്പെടുത്തലല്ല നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. അടിമകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ അള്ളാഹു നമുക്കെതിരാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാനും റബ്ബിനോട് രക്ഷ തേടാനും പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ ഇഷ്ടപ്പെട്ടവൻ തൃപ്തിപ്പെട്ട ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമയത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പഠനത്തിലും നമ്മുടെ ജോലിയിലും എല്ലാവിധ ബർക്കത്തും റഹ്മത്തും എളുപ്പവും സമ്മാനിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് ഏറ്റവും നല്ല മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പ്രായമായവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും അമലു സ്വാലിഹും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും നിലനിർത്തി നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും രക്ഷയും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെ കുരുതിക്ക് കൊടുത്ത് അതിലൂടെ സാമ്പത്തിക സ്വരൂപണം നടത്തുന്ന, അതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന, അതിലൂടെ ഭരണത്തിൽ വീണ്ടും കയറാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. വയനാട്ടിലും മറ്റു പരിസര പ്രദേശങ്ങളിലും പ്രയാസങ്ങളകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബത്തിൽ ഒരാളോ രണ്ടാളോ ഒക്കെ ബാക്കിയായി ക്യാമ്പിൽ കഴിയുന്ന ഒരുപാട് യുവാക്കളുണ്ട്, യുവതികളുണ്ട്, മാതാപിതാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു ആശ്വാസത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചു കൊടുക്കുമാറാവട്ടെ. അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അള്ളാഹു അവർക്ക് കുറച്ചു കൊടുക്കുമാറാവട്ടെ. ഇത്തരം ഭീകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ കാണിച്ച് പടച്ചറബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മുഴുകി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതേ കുടുംബത്തോടൊപ്പം, ഇതേ മക്കളോടൊപ്പം, ഇതേ നാട്ടുകാരോടൊപ്പം സ്വർഗ്ഗത്തിൽ
ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.